ഹലോ, നമുക്കൊന്നൊരു ബിരിയാണി തയ്യാറാക്കി നോക്കാം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്കൊരു ബിരിയാണി എങ്ങനെയാണെന്ന് നോക്കാം. 3 സവാള അരിഞ്ഞത്, 3 പച്ചമുളക് അരിഞ്ഞത്, 2 തക്കാളി ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പം നമ്മുടെ ബിരിയാണി നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ കുക്കറിലാണ്. അപ്പോൾ നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഓയിൽ ചൂടായി വരട്ടെ, നമുക്ക് ബാക്കിയുള്ള എന്താണെന്ന് നോക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഞങ്ങൾ ബിരിയാണി മസാല വാങ്ങിയിരുന്നു അതാണ്. പിന്നെ ബാക്കിയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കോലം, പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, ബേ ലീഫ്, പിന്നെ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഗ്രാമ്പും പട്ടയും ഏലക്കയും എല്ലാം കൂടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിത് കുറച്ച് സവാള ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ സവാള വഴഞ്ഞു വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി എല്ലാം കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. തക്കാളിയും സവാളയൊക്കെ നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. അപ്പം നമ്മളിത് ബാക്കിയുള്ള പൊടിയും കൂടി അതിലിട്ട് കൊടുക്കുകയാണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നന്നായി വഴറ്റിയിട്ട് വേണം ബാക്കിയുള്ളത് ചെയ്യാനായിട്ട്. തക്കാളിയും സവാളയും എല്ലാം കൂടി നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ അരക്കപ്പ് തൈര് അതിലൊഴിച്ച് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്ത് ഇങ്ങനെ നമ്മൾ മിക്സാക്കി വരുമ്പോഴത്തേന് എന്ത് സ്മെല്ലാ വരണേന്ന് അറിയാം. നല്ല സ്മെല്ല് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ മസാല നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. അരമണിക്കൂർ മുന്നേ കുതിർത്തി വെച്ച അരി ഇടുകയാണ്. ഇതിൽ ബർക്കത്തിൻ്റെ അരിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അരിട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. നന്നായി ഇളക്കി യോജിപ്പിക്കണം. നമ്മുടെ അരിയുടെ മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിന് ശേഷം കുറച്ച് നെയ്യ് നമ്മൾ ഇട്ട് കൊടുക്കുക. നന്നായി വെള്ളത്തിൽ യോജിപ്പിക്കണം നെയ്യ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി യോജിപ്പിക്കുക. ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കണം നമുക്ക് കേട്ടോ. എന്നാലാണ് റൈസ് വേവുമ്പോൾ അരി ശരിക്കും അതിലേക്ക് പിടിക്കുള്ളൂ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് മൂടി വെച്ച് വേവിക്കാം. കറക്റ്റ് 4 വിസിലിന് ശേഷം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. 4 വിസിലിന് ശേഷം നമ്മൾ തുറന്ന് നോക്കാൻ പോവാണ്. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബിരിയാണി സ്വാദിഷ്ടമായ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണമെന്നുള്ളവർക്ക് നമുക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിട്ടൊന്ന് ഇതിന് മുകളിൽ നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാനതൊന്നും ചെയ്യണില്ല. അല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ബിരിയാണി കാണാൻ നല്ല ഭംഗിയാണ്, നല്ല കളർഫുള്ളാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ എല്ലാവരും
ബിരിയാണി ട്രൈ ചെയ്യുക, അഭിപ്രായം പറയാം. പിന്നെ തൊട്ടപ്പുറത്ത് വെച്ചത് ഞാൻ കുറച്ച് ചിക്കനും ബീഫും വറുത്ത് വെച്ചേക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ ഒരു ഭംഗിക്ക് വെച്ചതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.